ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിന്റെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങാച്ചാർ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഒന്ന് മുറിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂർ ഇതൊന്ന് ഉപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ മാത്രമേ ഈ ഒരു മാങ്ങയിലേക്ക് നല്ലതുപോലെ ഒന്ന് ഉപ്പ് പിടിച്ച് വരുള്ളൂ. ഇപ്പം ഞാൻ അരമണിക്കൂർ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു എണ്ണയുടെ ചൂട് ഒരല്പം ഒന്ന് കുറയുന്ന സമയത്ത് ഇതിലേക്ക് 4 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ എണ്ണ ഒന്ന് തിളച്ച് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മാങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് മാങ്ങ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. മാങ്ങയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സദ്യ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഈ ഒരു രീതിയിൽ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.